NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ടതിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന സ്ഥലത്തെ MP എന്ന നിലയിലാണ് സന്ദർശനം നടത്തിയത്. നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ജി സുകുമാരൻ നായരെ കണ്ടതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. അല്ല, NSS ജനറൽ സെക്രട്ടറിയെ ഞാൻ NSS ആസ്ഥാനത്ത് കാണുകയുണ്ടായി. ഞാൻ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ചങ്ങനാശ്ശേരി പോകുമ്പോഴൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരു പതിവ് സന്ദർശനമാണ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ മറ്റു യാതൊന്നുമില്ല. എൻ്റെ ഒരു പതിവ് സന്ദർശനത്തിൻ്റെ ഭാഗമായി ഞാൻ അവിടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ സെക്രട്ടറി കണ്ടെന്നേ ഉള്ളൂ. അരുൺ രാജ് കൊല്ലത്തിന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, NSS ജനറൽ സെക്രട്ടറിയെ കണ്ടതിനുള്ള വിശദീകരണം പറയുന്നത് പക്ഷേ വേറൊരു രീതിയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. അത് രാഷ്ട്രീയമല്ല, അത് അവിടുത്തെ ജനപ്രതിനിധി നിലയിൽ കണ്ടതാണ് എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അരുൺ? NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ടതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. തന്റെ മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ പെരുന്നയിൽ പോകാറുള്ളത് പതിവാണ്. അതിനപ്പുറമുള്ള രാഷ്ട്രീയ പ്രാധാന്യമില്ല. നാട്ടിലെ വികസന കാര്യങ്ങൾ NSS ജനറൽ സെക്രട്ടറിമാർ ചർച്ച ചെയ്യുന്നു എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ആഗോള അയ്യപ്പ സംഘം അടക്കമുള്ള വിഷയങ്ങളിൽ NSS എടുത്ത നിലപാട് അത് ചർച്ചയാക്കണ്ടേ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ നമ്മളത് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് ആവശ്യമാവുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തും. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. UDF ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹവുമായി ചർച്ച ചെയ്യും എന്നുള്ള കാര്യവും കൂടി കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നുണ്ട്. സുകുമാരൻ നായരെ കണ്ടതിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. NSS ജനറൽ സെക്രട്ടറിയെ കാണുന്നത് പതിവ് സന്ദർശനം മാത്രമാണ് എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.